ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലൂറിബസിന്റെ സെക്കൻഡ് എപ്പിസോഡായ പൈററ്റ് ലേഡിയുടെ റീക്കപ്പാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഫസ്റ്റ് എപ്പിസോഡായ വി ഇസ് അസിൽ, ന്യൂ മെക്സിക്കോയിലെ VLA ഒബ്സർവേറ്ററിയിൽ ആസ്ട്രോണമേഴ്സ് 600 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്ത് സ്പേസിൽ നിന്നെത്തിയ ഒരു മെസ്സേജ് ഡിസ്കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവർ ആ മെസ്സേജ് ഡീകോഡ് ചെയ്ത് അതൊരു RNA സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കുകയും പിന്നീട് സയന്റിസ്റ്റ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നൊരു പ്രോസസ്സ് വഴി ഈ RNAയെ DNA ആക്കി മാറ്റുകയും അത് എലികളിൽ ഇൻജെക്ട് ചെയ്ത് പരീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ വിചാരിച്ച പോലെ റിസൾട്ട്സ് ഒന്നും ലഭിക്കാത്തതിനാൽ അവർ ഈ എലികളെ ഗ്യാസ് ചെയ്ത് കൊന്നുകൊണ്ട് എക്സ്പെരിമെന്റ്സ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് ശ്രമിക്കവേ ഒരു സയന്റിസ്റ്റിന് അതിലൊരു എലിയുടെ കടി ഏൽക്കുകയും അവൾ ഒരു മൈൻഡ് കൺട്രോൾ സോംബിക്ക് സിമിലർ ആയ അവസ്ഥയിൽ എത്തുകയുമാണ് ഉണ്ടായത്. ഇത് സംഭവിച്ചുകൊണ്ടിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസിലെ തന്റെ സഹപ്രവർത്തകരെ കൂടെ അവൾ ഇൻഫെക്ട് ചെയ്യുകയും അവരെല്ലാവരും ചേർന്ന് സലൈവയിലൂടെ പടരുന്ന ഈ വൈറസിനെ വൻതോതിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ക്രമേണ വൈറസ് ലോകമെമ്പാടും സ്പ്രെഡ് ആവുകയും ഹ്യൂമൻസിന്റെ ഇൻഡിവിജ്വൽ ബ്രെയിൻ കൺട്രോൾ നഷ്ടമാവുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഒരു ഹൈവ് മൈൻഡ് സിസ്റ്റം, അതായത് ഒരു ഷെയർഡ് ബ്രെയിൻ നെറ്റ്വർക്ക് വഴി പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിനർത്ഥം ഭൂമിയിലെ ഓരോ ആളുകളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആയിരിക്കുകയാണ്. ആൻഡ് അവരിൽ ഒരാൾക്കറിയാവുന്ന കാര്യം മറ്റെല്ലാവർക്കും അറിയാനും കഴിയും. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്നാൽ, ഇത്തരത്തിൽ കൺവേർട്ടഡ് ആകാത്ത 12 പേർ ഭൂമിയിൽ ബാക്കിയുണ്ട്. ആൻഡ് നമ്മുടെ മെയിൻ ക്യാരക്ടറായ കാരൽ സ്റ്റർക്ക എന്ന എപ്പിക് റൊമാൻറ്റിക് നോവലിസ്റ്റും അതിലൊരാളാണ്. പക്ഷെ ഈ കൺവേർഷൻ പ്രോസസ് നടക്കുന്നതിനിടെ കാരലിന് തന്റെ റൊമാൻറ്റിക് പാർട്ട്ണറും മാനേജറുമായ ഹെലനെ നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഹെലൻ മരിച്ചത് വൈറസ് ഇൻഫെക്ഷൻ കാരണമല്ല, ബട്ട് പ്രോസസ് നടക്കുന്നതിനിടെ പുറകിലേക്ക് മറിഞ്ഞു വീഴവേ തലയ്ക്ക് പിന്നിലേറ്റ ഇമ്പാക്ട് കാരണമാണ്. ആൻഡ് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കാരൽ ഇപ്പോൾ ഒരേ സമയം ദേഷ്യത്തിലും വേദനയിലും കൺഫ്യൂഷനിലുമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. ആകെയുള്ള ഒരേ ഒരു ഗുഡ് ന്യൂസ് എന്നത് ഈ 12 പേരും എന്തുകൊണ്ട് ഇമ്മ്യൂൺ ആയിരിക്കുന്നു എന്നത് ഇനിയും ഹൈവ് മൈൻഡിന് മനസ്സിലായിട്ടില്ല. ആ റീസൺ കണ്ടെത്തപ്പെടുന്നത് വരെ ഇവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിക്കും. പക്ഷെ ചോദ്യം, ഈ ട്രീറ്റ്മെന്റ്സിന് അടിമപ്പെട്ട് കാരൽ വെയിറ്റ് ചെയ്യുമോ, അതോ അവൾ ഇതിന് എതിരായ ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുമോ, മറ്റുള്ള എഫക്റ്റഡ് ആകാത്ത ആളുകളെ അവൾ കോണ്ടാക്ട് ചെയ്യുമോ, അവരുടെ സഹായം അവൾക്ക് ലഭിക്കുമോ, ഹൈവ് മൈൻഡിന്റെ ഉദ്ദേശം എന്താണ് തുടങ്ങിയവയൊക്കെ ആണല്ലോ. സോ അതിനൊക്കെയുള്ള ഉത്തരങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനായി നമുക്ക് സെക്കൻഡ് എപ്പിസോഡിലേക്ക് പോവാം. തുടർന്നുള്ള എപ്പിസോഡ്സിന്റെ റീക്യാപ്സ് കൂടെ കാണാനും എൻകറേജ് ചെയ്യാനുമായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. സെക്കൻഡ് എപ്പിസോഡായ പൈററ്റ് ലേഡി തുടങ്ങുന്നത് നോർത്ത് ആഫ്രിക്കയിലെ മൊറോക്കയിൽ നടക്കുന്ന ക്ലീനപ്പ് ഓപ്പറേഷൻസ് കാണിച്ചുകൊണ്ടാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് ഹൈവ് മൈൻഡിന്റെ കൺട്രോളിലുള്ള ആളുകൾ ഇപ്പോൾ ഒത്തുചേർന്ന് കൺവേർഷൻ സമയത്ത് പല ആക്സിഡന്റ്സിലായി മരിച്ച ഹെലനെ പോലുള്ള മറ്റു ആളുകളുടെ ഡെഡ് ബോഡീസും ആക്സിഡന്റ് ആയ വാഹനങ്ങളും അങ്ങനെയുള്ളതെല്ലാം ക്ലീനപ്പ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഈ പരിപാടികളിൽ ഭാഗമായ ഒരു സോഷ്യ എന്ന സ്ത്രീയെ കാണുന്നുണ്ട്. അവർ ഈ ക്ലീനിങ് പ്രോസസ്സിനിടെ മറ്റൊരാളെ തന്റെ ജോലി ഏൽപ്പിച്ച് ഒരു 2 വീലർ ഓടിച്ചു പോവുകയും പിന്നീട് ഒരു പ്ലെയിനിലെ കോക്പിറ്റിലേക്ക് എത്തി അത് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം. ഇതിലൂടെ ഒരു രസകരമായ കാര്യം സീരീസ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഹൈവ് മൈൻഡ് എല്ലാരെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ അതിൽ ഓരോ ആളിന്റെയും സ്കില്ലും നോളജും മറ്റെല്ലാ മനുഷ്യരുമായിട്ട് ഷെയർഡ് ആണ്. അതായത് മുമ്പ് പണമോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾക്ക് പ്രായഭേദമന്യേ എന്നൊരു പൈലറ്റായോ ഡോക്ടറായോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും. ഇനീഷ്യലി ഇതൊരു അടിപൊളി കോൺസെപ്റ്റായി തോന്നിയേക്കാം അല്ലെ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇൻഡിവിജ്വാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം ഇവിടെ ഇല്ലാതാവുകയാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യുണീക്നെസിന്റെ മീനിങ് നഷ്ടപ്പെട്ടു പോകും. യാതൊരു എഫേർട്ടും നമ്മുടെ ഭാഗത്തു നിന്നും ഇല്ലാതെ പല പല സ്കിൽസ്, ഫോർ എക്സാമ്പിൾ പെയിന്റിങ്, റൈറ്റിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബിൽഡിംഗ് എന്നിങ്ങനെ എല്ലാം നമുക്ക് ഫ്രീ ആയി ബ്രെയിനിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയാൽ പിന്നെ അച്ചീവ്മെന്റ് എന്ന വാക്കിന് ഒരർത്ഥമില്ലാതെ ആവുകയാണ് എന്നൊരു ചിന്ത നമ്മളിൽ ഉണർത്താൻ ഷോ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നിയത്. എനിവേ, സ്റ്റോറിയിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ മറ്റൊരു ടൈമർ സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നു. ഹ്യൂമാനിറ്റിയുടെ ഈ ന്യൂ ഏജ് തുടങ്ങിയിട്ട് 11 മണിക്കൂറും 26 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. മുൻ എപ്പിസോഡിലെ ഹെലന്റെ മരണം സൃഷ്ടിച്ച ഇമോഷണൽ ബ്രേക്ക് ഡൌണിന് ശേഷം കാരൽ തന്റെ വീട്ടിൽ ഉറക്കമുണരുന്നു. ഹെലന്റെ ശരീരം വീടിന് പുറകിൽ സംസ്കരിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട്. അവൾ അതിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ നമ്മൾ മുൻപ് കണ്ട സോഷ്യ എന്ന സ്ത്രീ ഇപ്പോൾ ഒരു പുതിയ ക്ലീൻ ആൻഡ് എലഗന്റ് ലുക്കിൽ അവിടേക്ക് എത്തുന്നു. കാരലിന്റെ ആക്ടിവിറ്റീസ് ഹൈവ് മൈൻഡ് മിലിറ്ററി ഡ്രോൺസ് ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന വിവരം സോഷ്യ പറയുന്നു. വെയിലത്ത് നിന്നുള്ള ആക്ടിവിറ്റീസ് അവളെ എഫക്ട് ചെയ്യുമോ എന്ന് കൺസേൺഡ് ആയത് കൊണ്ടാണ് മോണിറ്ററിംഗ് എന്നാണ് ന്യായീകരണം.
തങ്ങൾ ഇതുവരെ കൺവേർട്ട് ചെയ്യാത്ത ആളുകളെ അത്രയ്ക്കും കെയർ ചെയ്യുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് ആണ് ഹൈവ് മൈൻഡ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതൊരു കൺട്രോളിംഗ് മാനറിലാണോ എന്നുകൂടി ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കാരൽ തന്റെ ദേഷ്യവും എതിർപ്പും പ്രകടിപ്പിക്കുമ്പോൾ ഡ്രോൺസ് അവിടെ നിന്നും പോകുന്നു. ശേഷം സോഷ്യ കാരലിന് കുടിക്കാൻ വെള്ളം നൽകുന്നു. എന്നാൽ കാരൽ അത് കുടിക്കുന്നതിന് പകരം പുറത്തേക്ക് ഒഴിച്ചു കളയുകയാണ് ചെയ്തത്. കാരണം കുടിവെള്ളത്തിലൂടെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ എന്തോ മാർഗം ഹൈവ് മൈൻഡ് കണ്ടെത്തി കാണാം എന്നാണ് അവൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് സോഷ്യ അവൾക്ക് ഉറപ്പ് നൽകുന്നു. സോഷ്യ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ കാരൽ അവളെ തടഞ്ഞു നിർത്തുന്നു. അവളുടെ മനസ്സിൽ എന്തോ ഒരു തോന്നലുണ്ടാകുന്നു. ഹൈവ് ഒരു പ്രധാന പർപ്പസോടെയാണ് സോഷ്യയെ അയച്ചിരിക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നു. തന്റെ നോവലിലെ മെയിൻ ലീഡ് ക്യാരക്ടറായ റബാന്റെ ഒരു ഫീമെയിൽ വേർഷൻ എന്ന രീതിയിലാണ് സോഷ്യയുടെ ഗ്രൂമിംഗ് എന്ന് ശ്രദ്ധിക്കുന്ന കാരൽ താൻ ആദ്യം കഥ എഴുതി തുടങ്ങുന്ന സമയത്ത് അതൊരു ഫീമെയിൽ ക്യാരക്ടറായി തന്നെയാണ് എഴുതാൻ ആലോചിച്ചിരുന്നത് എന്നോർക്കുന്നു. ഈ കാര്യം ആകെ അറിയാമായിരുന്നത് അവൾക്കും ഹെലനും മാത്രമാണ്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഹെലനും ഹൈവ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആയതിനാൽ ആ വിവരം ഇപ്പോൾ മറ്റുള്ളവർക്കും അറിയാം. കാരലിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിലും സോഷ്യ ഈ വിവരം കൺഫേം ചെയ്യുന്നു. ഇവിടെയാണ് ഹൈവ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അത് ഹെലന്റെ മെമ്മറീസ് ആക്സസ് ചെയ്യുകയും സോഷ്യയിലൂടെ കാരലിനോട് ഹെലന്റെയും അവളുടെ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുകയുമാണ്. അതായത് ഹൈവ് അവളുടെ ഇമോഷണൽ കണക്ഷൻ ഉപയോഗിക്കാൻ നോക്കുവാണ്. പക്ഷെ ഈ നീക്കം ഒരു തിരിച്ചടിയാണ് നേരിടുന്നത്. കാരണം കാരലിന് ഇത് ആശ്വാസം നൽകുകയല്ല, അവളെ കൂടുതൽ പ്രകോപിതയാക്കുകയാണ് ചെയ്തത്. അവൾ സോഷ്യയോട് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഇത്തരമൊരു ഡീപ്പ് ഇമോഷണൽ റിയാക്ഷൻ ഹൈവ് സിസ്റ്റത്തിൽ ഒരു ഗ്ലിച്ച് സൃഷ്ടിക്കുകയും ഇത് സോഷ്യ നിലത്തേക്ക് വീണ് വിറയ്ക്കാൻ തുടങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അവളുടെ കണക്ഷൻ ടെമ്പററിലി ഡിസ്കണക്റ്റഡ് ആയതുപോലെയാണ് കാണപ്പെടുന്നത്. മാത്രമല്ല ഹൈവ് മൈൻഡ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം സെൻസിറ്റീവ് കൂടിയാണെന്ന് നമുക്ക് ഈ സീനിൽ നിന്ന് മനസ്സിലാക്കാം. ചെറിയൊരു ഇമോഷണൽ റിയാക്ഷൻ പോലും അതിന്റെ ബാലൻസ് തകർക്കും. എന്തായാലും ഇതിനെ തുടർന്ന് കാരൽ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്നറിയാൻ കാറുമായി സിറ്റിയിലേക്ക് പോകുന്നു. അവൾ ആദ്യം കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ ക്രൂവിനെയാണ്. അവരും ഹൈവിന്റെ കൺട്രോളിലാണ്. പക്ഷെ അവരും സോഷ്യയ്ക്ക് സമാനമായ ഗ്ലിച്ച് ഫേസ് ചെയ്യുവാണ്. ഏതാണ്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഹാങ് ആയതുപോലെ. നാച്ചുറലി കാരൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. വൈകാതെ ഹൈവ് വീണ്ടും സ്റ്റെബിലൈസ് ആവുകയും എല്ലാവരും നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇവിടെ നോർമൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഹൈവിന്റെ കൺട്രോളിൽ എന്നാണ് കേട്ടോ. ശേഷം കാരൽ വീട്ടിലേക്ക് മടങ്ങുന്നു. അവിടെ സോഷ്യ അയൽ വീട്ടിൽ നിന്നും ഒരു തൊപ്പി, ഗ്ലൗസ്, ഒരു പിക്കാക്സ് എന്നിങ്ങനെ ഹെലനെ സംസ്കരിക്കാനുള്ള ഗ്രേവ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നതായി അവൾ കാണുന്നു. പക്ഷെ സോഷ്യയെ ഇപ്പോൾ അവിടെ കാണുന്നില്ല. പക്ഷെ കാരലിന്റെ കയ്യിൽ ഇപ്പോൾ ഹൈവിന്റെ 24/7 ഹോട്ട്ലൈൻ നമ്പർ ഉള്ളതിനാൽ അവൾ അതിലേക്ക് വിളിച്ച് സോഷ്യയെ തന്റെ അടുത്തേക്ക് അയക്കാൻ ആവശ്യപ്പെടുന്നു. കാരൽ ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വീണ്ടും ഡിഗിങ് തുടങ്ങുന്നു. അല്പസമയത്തിന് ശേഷം സോഷ്യ തിരിച്ചെത്തുന്നുണ്ട്. കാരൽ അവളോട് മുമ്പ് സംഭവിച്ച ആ ഗ്ലിച്ചിനുള്ള കാരണം തിരക്കുന്നു. ഹൈവിന് ലൗഡ് ഇമോഷൻസ് ഫേസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആണെന്നാണ് സോഷ്യ പറയുന്നത്. ഇത്തവണ കാരലിന്റെ ദേഷ്യവും നെഗറ്റീവ് ഫീലിംഗ്സും ആയിരുന്നു സിസ്റ്റം മാൽഫങ്ഷന്റെ റീസൺ. ഇത് കേൾക്കുന്ന കാരൽ ഹൈവ് ആണ് എർത്തിലെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഈ ഗ്ലിച്ചിന്റെ സമയത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം സോഷ്യ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെങ്കിലും ഗ്ലിച്ചിന്റെ സമയത്ത് മില്യൺസ് ഓഫ് ആളുകൾ മരിച്ചതായി പറയുന്നു. അതായത് ആ സമയത്ത് വാഹനങ്ങൾ ഓടിക്കുന്നവരോ മറ്റ് ഡേഞ്ചറസ് ആയ ജോലികളിലോ ഏർപ്പെട്ടിരുന്നവരുണ്ടാവുമല്ലോ. അതിന്റെ ഇടയ്ക്ക് ആളുകളുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തുടർന്ന് കാരലിനെ ആശ്വസിപ്പിക്കാനായി സോഷ്യ പറയുന്നത് കൊല്ലപ്പെട്ടവരൊക്കെ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്തവരും ഹൈവിന്റെ ഭാഗം മാത്രം ആയതുകൊണ്ട് വ്യക്തികൾ മരിച്ചതായി ഹൈവ് കണക്കാക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് റാൻഡം ശരീരങ്ങൾ മാത്രമാണ് നശിച്ചത് എന്നാണ് എക്സ്പ്ലനേഷൻ. ഇത്തരത്തിൽ ഈ മരണങ്ങൾക്ക് കാരൽ ഉത്തരവാദിയാണെന്ന് അവൾക്ക് തോന്നാതിരിക്കാൻ ഹൈവ് ഒരു മോറൽ ട്രിക്ക് ഉപയോഗിക്കുന്നത് അവൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇവിടെയും കാരലിന് ആശ്വാസമല്ല, ഇരട്ടി മനപ്രയാസമാണ് ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അവൾ കാരണം മരിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നുന്നു. അല്പനേരത്തിന് ശേഷം ഒന്ന് നോർമൽ ആയപ്പോൾ അവൾ ഹെലന്റെ ഗ്രേവ് ഡിഗ് ചെയ്യുന്നത് തുടരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യ അവളെ തടഞ്ഞുകൊണ്ട് അവൾ ഇത്രയും എഫേർട്ട് ഇടുന്നതിന് പകരമായി ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. കാരലിന്റെ അനുവാദത്തോടെ ഹൈവ് ഒരു ഹെലികോപ്റ്റർ വഴി അവളുടെ വീട്ടിലേക്ക് ഒരു മിനി എക്സ്കവേറ്റർ എത്തിക്കുന്നു. സോഷ്യ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് ഗ്രേവ് കുഴിക്കുകയും ഒടുവിൽ ഹെലനെ അവർ സംസ്കരിക്കുകയും ചെയ്യുന്നു. ശേഷം കാരൽ സർവൈവേഴ്സ് ആയ മറ്റ് 12 പേരിൽ 5 പേരെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായതുകൊണ്ടാണ് ഈ 5 പേരെ അവൾ തിരഞ്ഞെടുത്തത്. കാരണം അവൾക്കിപ്പോൾ മറ്റൊരു ഭാഷ പഠിക്കാനും സമയമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാനായി ഹൈവിനെ ഇതിൽ ഇടപെടുത്താനും താല്പര്യമില്ല. ഹൈവ് അവളുടെ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുകയും മീറ്റിംഗ് പോയിന്റ് സ്പെയിനിൽ ഫിക്സ് ചെയ്യുകയുമാണ്. സോ ഇപ്പോൾ കാരൽ ഉൾപ്പെടെ ഹൈവിന്റെ കൺട്രോളിലല്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവരും മീറ്റ് ചെയ്യാൻ പോവുകയാണ്.
യാത്രക്കിടെ സോഷ്യ പറയുന്നത് എന്തെന്നാൽ കാരൽ ഇതുവരെയും ഹൈവ് കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ നടുവിലായിരുന്നതിനാൽ അതിനവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സർവൈവേഴ്സിൽ ആരെങ്കിലും കാരലിനെ അറ്റാക്ക് ചെയ്യാൻ തുനിഞ്ഞാൽ ഹൈവിന് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ്. ഇത് കാരലിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തൽക്കാലം അവൾ ആ റിസ്ക് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവളുടെ ഫോക്കസ് അവരെ കണ്ടുമുട്ടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൽ മാത്രമാണ്. അങ്ങനെ ഒടുവിൽ അവരെ അവൾ മീറ്റ് ചെയ്യുന്നു. ഓത്കോംബയർ, സ്യൂമേ, കുസിമായു, ലക്ഷ്മി, കുംഭ എന്നിങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നുള്ളവരാണ് അവർ. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മീറ്റിംഗ് കാരലിനൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ സർവൈവേഴ്സ് ഓരോരുത്തരും ഈ പുതിയ റിയാലിറ്റിയുമായി ഏതാണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ 4 പേരും ഹൈവ് കൺട്രോൾഡായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊപ്പം തന്നെയാണ് ജീവിക്കുന്നത്. 5ാമനായ കുംഭയാകട്ടെ ആകെ മൊത്തം ഒരു ഫ്രീഡം മോഡിൽ ഈ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് തന്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ജീവിക്കുകയുമാണ്. അയാൾ ഇപ്പോ ഈ മീറ്റിംഗിന് ഇവിടേക്ക് വന്നിരിക്കുന്നത് പോലും US പ്രസിഡന്റിന്റേത് എന്ന് നമുക്കറിയാവുന്ന ലോകത്തെ ഏറ്റവും സൗകര്യങ്ങളുള്ള വിമാനമായ എയർഫോഴ്സ് 1ലാണ്. ഇതൊക്കെയും കാരലിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ല. എന്നാലും സാഹചര്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ അവൾ തീരുമാനിക്കുന്നു. എയർഫോഴ്സ് 1ന്റെ കോൺഫറൻസ് റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നാണ് അവൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാവരും കോൺഫറൻസ് റൂമിലേക്ക് പോവുകയും അവിടെയുള്ള എല്ലാ ലിസണിംഗ് ഡിവൈസസും ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ ഹൈവ് കൺട്രോൾഡ് ആയ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ഹൈവിന് തങ്ങളെ കേൾക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാരൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് കാരൽ ചോദിക്കുന്നത്. അതായത് തന്റെ മിഷനായി അവൾ ഇപ്പോൾ കാണുന്നത് ഹൈവ് മൈൻഡിന്റെ കൺട്രോളിൽ പെട്ടിരിക്കുന്ന ഹ്യൂമാനിറ്റിയെ റീസ്റ്റോർ ചെയ്യുക എന്നതാണ്. ആദ്യം അതിനുള്ളൊരു വഴി മനസ്സിലാക്കുകയെങ്കിലും വേണം. മീറ്റിംഗ് പുരോഗമിക്കുമ്പോൾ മറ്റ് സർവൈവേഴ്സിന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഹൈവിന്റെ കൺട്രോളിലുള്ള ഈ പുതിയ സിസ്റ്റം തികച്ചും പെർഫെക്റ്റ് ആണ് എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഹൈവ് തങ്ങൾക്ക് ഈ ചെയ്തു തരുന്ന സൗകര്യങ്ങളൊക്കെ തികച്ചും ടെമ്പററി ആണെന്ന് അവൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തങ്ങളെ കൂടെ കൺവേർട്ട് ചെയ്യാൻ അവരൊരു വഴി കണ്ടുപിടിക്കുന്നത് വരെ തങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിത്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരും ഹൈവിന്റെ ഭാഗമായി മാറും. എന്നാൽ മറ്റ് സർവൈവേഴ്സിന് ഈ കോൺസെപ്റ്റ് അത്ര ഡിസ്റ്റർബിംഗ് ആയെന്നും തോന്നുന്നില്ല. അതായത് എല്ലാവർക്കും കോമൺ പീസും കംഫർട്ടും കിട്ടുമെങ്കിൽ പകരം തങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടാലും അവർക്കൊരു പ്രശ്നവും ഇല്ല. സോ ഇപ്പോൾ തന്റെ ലൈഫിന്റെ കൺട്രോൾ തനിക്ക് മാത്രം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി കാരൽ മാത്രമാണ്. കൂട്ടത്തിൽ ഏറ്റവും സെൻസിബിൾ ആയിരിക്കുമെന്ന് കരുതുന്ന ലക്ഷ്മി പോലും കാരലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കാരലിന്റെ മുമ്പുണ്ടായ ഇമോഷണൽ ഔട്ട്ബേഴ്സിന്റെ സമയത്ത് ലക്ഷ്മിയുടെ മുത്തച്ഛൻ എന്ന വ്യക്തി ജീവിച്ചിരുന്ന ശരീരം കൊല്ലപ്പെട്ടിരുന്നു. സോ കാരലിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയിട്ടും ലക്ഷ്മി അവളുടെ പക്ഷത്തല്ല. ലൈഫിന്റെ കൺട്രോൾ ഹൈവിന് കൈമാറുന്നതിനേക്കാൾ സ്വയം നമ്മൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പ്രധാനമാണെന്ന് കാരൽ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭ തന്റെ വാദം ഉന്നയിക്കുകയാണ്. അതായത് ഹൈവ് ഭൂമിയിൽ സമാധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയും വിവേചനമോ ക്രൂരതയോ ഒന്നുമില്ല. കാരൽ ഉടൻ തന്നെ അയാളുടെ സ്റ്റേറ്റ്മെന്റിനെ ചോദ്യം ചെയ്യുന്നു. എത്ര പേരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്താണ് ഈ സമാധാനം സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഹൈവിനോടൊന്ന് ചോദിച്ചു നോക്കൂ എന്നാണ് അവൾ പറയുന്നത്. അവർക്കിടയിൽ ആർഗ്യുമെന്റ്സ് കൂടുതൽ ടെൻസ്ഡ് ആകുമ്പോൾ സിറ്റുവേഷൻ തണുപ്പിക്കാനായി ലഞ്ച് കഴിച്ച ശേഷം സംസാരിക്കാം എന്ന് കുംഭ നിർദ്ദേശിക്കുന്നു. ഇവിടെയാണ് മറ്റൊരു ചെറിയ ട്വിസ്റ്റ്. ഹൈവ് അവർക്ക് എല്ലാവർക്കുമായിട്ട് മീറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹൈവിന് നേരിട്ട് മൃഗങ്ങളെ കൊല്ലാൻ കഴിയില്ല. ഇപ്പോൾ ഈ സെർവ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി മരിച്ചതോ കൊന്നതോ ആയ മൃഗങ്ങളുടെ മീറ്റാണ്. അതായത് അവർക്ക് പുതിയതായി ആനിമൽസിനെ കൊല്ലാൻ കഴിയാത്തതിനാൽ ഇപ്പോഴുള്ള മീറ്റിന്റെ സ്റ്റോക്ക് തീർന്നാൽ അത് റീസ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല. ഹൈവിന്റെ സിസ്റ്റത്തിലെ ഒരു മോറൽ കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് ഹൈവ് വയലൻസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സർവൈവേഴ്സിന് ഇപ്പോഴും മീറ്റ് ആവശ്യമുണ്ട്. സോ ഒടുവിൽ കുംഭ ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നു. അതായത് മൃഗങ്ങളെ കൊല്ലാൻ അവൻ തയ്യാറാണ്, ഹൈവ് അതിന്റെ കുക്കിംഗ് മാത്രം ചെയ്താൽ മതിയാകും. എന്നാൽ എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനിയാണ്. ഇപ്പോൾ അവർ തമ്മിലുള്ള ഡിബേറ്റ് ലഞ്ച് ടേബിളിലും തുടരുന്നു. കാരൽ, ലക്ഷ്മി, സോഷ്യ എന്നിവർക്കിടയിൽ ഒരു എത്തിക്കൽ ആർഗ്യുമെന്റ് നടക്കുകയാണ്. ഒപ്പം ഇവിടെ ഡിസ്കഷൻ ഒരു ഫിലോസഫിക്കൽ ടേൺ കൂടെ എടുക്കുകയാണ്. അതായത് ഹൈവിന്റെ സിസ്റ്റം ഹ്യൂമാനിറ്റിക്ക് ഒരു അനുഗ്രഹമാണോ അതോ സമാധാനത്തിന് പകരമായി ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റിയും ഫ്രീവില്ലും നഷ്ടപ്പെടുന്ന ഒരു ഇൻവിസിബിൾ സിസ്റ്റം ആണോ എന്നതാണ് തർക്കം. ഓരോ ക്യാരക്ടറിന്റെയും പോയിന്റ് ഓഫ് വ്യൂ ഫ്രീഡമും യൂണിറ്റിയും തമ്മിലുള്ള ഒരു മോറൽ ഡിലമ വെളിപ്പെടുത്തുന്നു. കാരൽ തന്റെ വാദം തെളിയിക്കാൻ ലക്ഷ്മിയുടെ മകനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ആ കുട്ടി ഇപ്പോൾ ബേസിക്കലി ലക്ഷ്മിയുടെ മകനല്ല, അവന്റെ ഓർമ്മകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശരീരം മാത്രമാണ്. അവന്റെ ചിന്തകൾ പോലും അവന്റേത് മാത്രമല്ല, മുഴുവൻ ഹ്യൂമാനിറ്റിയുടെയും വികാരങ്ങളും ഓർമ്മകളും അവനിൽ കൂടി ചേർന്നിരിക്കുകയാണ്.
മാത്രമല്ല ആരുടെയും കൺസെന്റ് ഇല്ലാതെ ഹൈവ് ആളുകളുടെ ഐഡന്റിറ്റീസ് മോഷ്ടിക്കുകയാണ് ചെയ്തതെന്ന് കാരൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അവന്റെയോ അവന്റെ പാരന്റ്സിന്റെയോ കൺസെന്റ് ചോദിച്ചിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ അവൻ ഹൈവിന്റെ കൺട്രോളിലുള്ള ഒരു പാവയായി മാറിയിരിക്കുന്നു. ഇതിന്റെ മറ്റൊരു അർത്ഥം ഹ്യൂമാനിറ്റിയിൽ മുഴുവനായി തന്നെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ്. ഹൈവ് ഇപ്പോൾ എല്ലാവരെയും ഒരൊറ്റ ചിന്തയിൽ ഒന്നിപ്പിച്ചിരിക്കുന്നു. എന്നാൽ കാരലിന്റെ ഈ ഇമോഷണൽ റീസണിംഗ് ഒന്ന് ലക്ഷ്മിയുടെ മേൽ വർക്ക് ആകുന്നില്ല. സോ കാരൽ ടോപ്പിക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഹൈവിന്റെ ടേക്ക് ഓവർ എത്ര പേരുടെ മരണത്തിന് കാരണമായി എന്നവൾ സംസാരിക്കുന്നു. ഹൈവ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അവർ കൺവേർഷൻ തുടങ്ങിയപ്പോൾ എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നുവെന്നും പക്ഷെ ആർമി അവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കിയതോടെ അവർക്ക് പ്രോസസ് സ്പീഡപ്പ് ചെയ്യേണ്ടി വന്നതാണ് എന്നുമാണ്. ഇപ്പോൾ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും ഇൻഫെക്ഷനിലൂടെ അവർക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഷോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും കാരൽ ഇപ്പോൾ ആ സമയത്ത് നടന്ന മരണങ്ങളെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോഷ്യ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കണക്ക് വെളിപ്പെടുത്തുന്നു. അതായത് ഹൈവിന്റെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ട്രാൻസിഷൻ സമയത്ത് 886 മില്യൺ ആളുകളാണ് മരിച്ചത്. ഇത് വെളിച്ചത്ത് വരുമ്പോൾ ഹൈവ് സമാധാനം കൈവരിക്കുന്നതിനുള്ള എഫിഷ്യന്റ് ആയ മാർഗം സത്യത്തിൽ ഒരു ദുരന്തമാണെന്ന് എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിനോടകം തന്നെ കാരലിനെതിരായിരുന്ന ലക്ഷ്മി ശക്തമായി തിരിച്ചടിക്കുന്നു. ഹൈവിൽ നിന്ന് താൻ മുമ്പ് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയ പ്രകാരം കാരലിന്റെ ഔട്ട്ബേസ്റ്റ് ഉണ്ടാക്കിയ ഗ്ലിച്ച് ഏതാണ്ട് 11 മില്യൺ ആളുകൾ മരിക്കാൻ ഇടയാക്കി എന്നവൾ വെളിപ്പെടുത്തുന്നു. അതിനർത്ഥം കേവലം കാരലിന്റെ മാത്രമായ ഇമോഷൻസ് സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്ത് വലിയ നാശങ്ങൾ ഉണ്ടാക്കി എന്നാണ്. സോ ഇത്രയധികം മരണത്തിന് ഒറ്റയ്ക്ക് കാരണക്കാരിയായ കാരലിന് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഈ ഒരു റെസ്പോൺസ് കാരലിന്റെ വ്യൂ പോയിന്റിനെ ദുർബലപ്പെടുത്തുന്നു. കാരണം ഇപ്പോൾ ഈ ചർച്ച എത്തിക്സിനെ പറ്റി മാത്രമല്ല കാപട്യത്തെ കുറിച്ച് കൂടിയായി മാറുന്നു. കാരൽ ഫ്രീഡമിന് വേണ്ടി പോരാടുന്നു, പക്ഷെ അവളുടെ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം ഓൾറെഡി ഒരുപാട് പേരെ കൊന്നിട്ടുമുണ്ട്. സോ ഈ സർവൈവേഴ്സ് തന്റെ വാക്കുകൾ കേൾക്കാൻ പോകുന്നില്ല എന്ന് കാരൽ ഒടുവിൽ മനസ്സിലാക്കുന്നു. അവർക്ക് ഈ ഹൈവ് സിസ്റ്റം തികച്ച് നോർമലാണ്. കാരൽ അവരുമായി തർക്കിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാത്തതിനാൽ അവൾ തിരിച്ച് ആൽബക്കൂർക്കിയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അവൾ നടന്നു പോകുന്നതിനിടെ ലക്ഷ്മി ശല്യം പോകുന്ന നന്നായി എന്ന് പരിഹസിക്കുന്നത് കേട്ട് ദേഷ്യമെന്ന് അവൾ തിരികെ വന്ന് അവരെല്ലാരും ദ്രോഹികൾ എന്ന് വിളിച്ച ശേഷം വീണ്ടും തിരിച്ചു പോകുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാതെ അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ നടക്കുന്നതിനിടെ അവൾ തളർന്നു വീഴുന്നു. സോഷ്യയും മറ്റ് ഹൈവ് മെമ്പേഴ്സും വേഗം അവളെ സഹായിക്കാനായി ഓടിയെത്തുന്നു. പക്ഷെ അവർ അടുത്തേക്ക് എത്തിയതും ദേഷ്യത്തിലായിരുന്ന കാരൽ വല്ലാതെ ക്ഷോഭിച്ച് അവരെ വഴക്ക് പറയുന്നു. ഇത് പെട്ടെന്ന് ഹൈവ് സിസ്റ്റത്തിൽ വീണ്ടും ഗ്ലിച്ച് സൃഷ്ടിക്കുകയും നമ്മുടെ സർവൈവേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന അഫക്റ്റഡ് ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും മുമ്പത്തെ പോലെ ഷിവർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. സോ നാച്ചുറലി സർവൈവേഴ്സിന് മുഴുവൻ കാരലിനോട് ദേഷ്യം തോന്നുകയും ലക്ഷ്മി കാര്യമായി തന്നെ അവളെ ചീത്ത പറയാനും തുടങ്ങുന്നു. ആ സീനിന് ശേഷം ഹൈവ് ടേക്ക് ഓവർ നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ടൈമറാണ് സ്ക്രീനിൽ കാണുന്നത്. പ്രശ്നങ്ങൾ നടന്നതിന് അടുത്ത ദിവസം കാരൽ ഇപ്പോൾ ഉറക്കമെഴുന്നേൽക്കുവാണ്. അവളുടെ ദേഷ്യം കാരണം സർവൈവേഴ്സ് എല്ലാം സ്ഥലം വിട്ടു എന്നവൾ മനസ്സിലാക്കുന്നു. കുമ്പ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്നാൽ അയാൾ അവിടെ തുടർന്നത് കാരലിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ടൊന്നും അല്ല. അവൻ അവളോട് ഒരു അനുവാദം ചോദിക്കാൻ വെയിറ്റ് ചെയ്തതാണ്. അയാൾക്ക് സോഷ്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാസ് വേഗസിലേക്ക് അവളെ കൂടെ കൊണ്ടുപോകണം എന്നാണ് അയാളുടെ ആഗ്രഹം. കാരൽ ഇപ്പോൾ സൈലന്റ് ആയി ഇരിക്കുകയാണ്. അവൾക്ക് ഇതെല്ലാം കൂടുതൽ സ്ട്രേഞ്ച് ആയി തോന്നുന്നു. അവൾ അയാളോട് സർവൈവേഴ്സിനെ കൂടെ കൺട്രോൾ ചെയ്യാൻ ഒരു വഴി കണ്ടെത്തുന്നത് വരെ മാത്രമാണ് ഹൈവ് അവരെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതേസമയം കുംബയെ പോലുള്ളവർ ഹൈവിനെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ഹൈവ് കൺട്രോൾഡായ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കൺട്രോൾഡ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും വില കൊടുക്കാത്ത ആളുകളാണ് കുംബയെ പോലെ തരം താഴ്ന്നവർ എന്നാണ് കാരൽ കരുതുന്നത്. വീണ്ടും അതിയായ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാൻ തുനിഞ്ഞ കാരലിനെ പക്ഷെ കുംബ പെട്ടെന്ന് കാമാകാൻ പറയുന്നു. കാരണം അവളുടെ ഔട്ട്ബസ്റ്റ് കാരണം എന്താണ് സംഭവിക്കുക എന്ന് അവർക്കിപ്പോ ക്ലിയർ ആണല്ലോ. ഒടുവിൽ അവൾ സ്മാർട്ട് ആയൊരു മൂവ് നടത്തുന്നു. തീരുമാനം അവൾ ഹൈവിനെ തന്നെ ഏൽപ്പിക്കുന്നു. അതായത് സോഷ്യ കുംബയ്ക്കൊപ്പം പോകണോ അതോ കാരലിനെ പരിപാലിക്കാൻ അവളോടൊപ്പം തുടരണോ എന്ന് ഹൈവ് പറയണം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് ആണ്. കാരണം ഇവിടെ ആദ്യമായി കാരൽ ഹൈവിനെ ചിന്തിക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷെ ഹൈവിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല എന്നാണ് സോഷ്യ പറയുന്നത്. കാരണം ആരെയാണോ അബാൻഡൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് അയാൾ ഹേർട്ട് ആകും. അതിന് ഹൈവ് താല്പര്യപ്പെടുന്നില്ല. സോ കാരൽ അവളെ കുംബയ്ക്കൊപ്പം പോകാൻ അനുവദിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആൽബക്കൂർക്കിയിലേക്ക് പോകാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിലിരിക്കുന്ന കാരലിനെയാണ്. അപ്പുറത്ത് സോഷ്യ കുംബയ്ക്കൊപ്പം ലാസ് വേഗസിലേക്ക് പോകാൻ എയർഫോഴ്സ് 1 ബോർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഇവിടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പായി സോഷ്യ കാരലിനെ ഒരു നിമിഷം നോക്കി നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം
കാരൽ പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓടി എയർഫോഴ്സ് വണ്ണിന്റെ മുമ്പിൽ എത്തി നിന്നുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയായിരുന്ന ആ വിമാനത്തെ തടഞ്ഞു നിർത്തിക്കുന്നു. ഇവിടെ നമുക്കിതിനെ രണ്ട് തരത്തിലെടുക്കാം. ഒന്നുകിൽ കാരലിന് ഒരു മനംമാറ്റം തോന്നുകയും സോഷിയെ വെറും ഒരു സെക്സ് സ്ലേവായി വിട്ടുകൊടുക്കാനുള്ള മടി കൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ പോയതായി നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ മറ്റൊരു പോസിബിലിറ്റി എന്നത് ഫ്ലൈറ്റിനുള്ളിൽ കയറുന്നതിന് മുൻപ് സോഷിയുടെ ആ നോട്ടം, അതിനെ കാരൽ ഹൈവ് സിസ്റ്റത്തിലെ ഒരു ഗ്ലിച്ചായിട്ട് കണ്ടതാവാം. അതായത് ഹൈവിന് കൊടുത്ത പെർമിഷൻ അനുസരിച്ച് സോഷ്യ ഒന്നും ആലോചിക്കാതെ കുംബയോടൊപ്പം പോകേണ്ടതല്ലേ. പക്ഷെ ഇവിടെ ഒരു നിമിഷം സോഷ്യയുടെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുകയും അതിന് പോകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിയതായും കാരൽ കരുതുകയും അത് അവൾക്ക് ഹൈവ് മൈൻഡിനെ തോൽപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റി തുറന്നു കൊടുക്കുന്നതായി എടുത്തതായി നമുക്ക് അനലൈസ് ചെയ്യാം. എന്തായാലും ഈ കാര്യങ്ങൾ അറിയാൻ അടുത്ത എപ്പിസോഡ്സ് കൂടെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ അതാണ് പൈററ്റ് ലേഡി എന്ന സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പ്ലൂറിബസ് സീസൺ 1. ഷോയുടെ ഇന്റൻസിറ്റി കൂട്ടുകയും മൾട്ടിപ്പിൾ ജോണേഴ്സിന്റെ മാത്രമല്ല തീംസിന്റെ കൂടെ ഒരു പെർഫെക്റ്റ് മിക്സ് ആയി കാണിക്കുന്നതിൽ കുറെ കൂടെ സക്സസ് ആയ ഒരു എപ്പിസോഡായിട്ടാണ് തോന്നിയത്. ഇമോഷണൽ ആൻഡ് ഫിലോസഫിക്കൽ ടോൺസ് കുറച്ചുകൂടി സെറ്റായ ഒരു ഫീൽ. നിങ്ങളുടെയും എപ്പിസോഡിനെ പറ്റിയുള്ള തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുമല്ലോ. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ എത്രയും വേഗം മറ്റൊരു വീഡിയോയെ കാണാം. അതുവരെ ബൈ.